നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. പാലായ്ക്ക് നഷ്ടമായത് തിരിച്ചുപിടിക്കണമെന്ന് ജോസ് കെ മാണി MP. യുവജനശക്തി വിളിച്ചറിയിച്ച് കേരള കോൺഗ്രസ് എമ്മിന്റെ യൂത്ത് ഫ്രണ്ട് റാലി പാലായി. പാലാ മുണ്ടാങ്കലിൽ വാഹനാപകടത്തിൽ മരിച്ച അന്നമോൾക്ക് നാടും വീടും അന്ത്യാഞ്ജലി അർപ്പിച്ചു. കുഞ്ഞുമാലാഖയ്ക്ക് യാത്രയേകി കൂട്ടുകാരും. സംസ്കാരം പ്രവിത്താനം സെന്റ് അഗസ്റ്റിൻസ് ഫെറോന പള്ളി സെമിത്തേരി. കാതൽ പ്രാതൽ പദ്ധതി 4ാം വർഷത്തിലേക്ക്. പ്രഭാത ഭക്ഷണം ഒഴിവാക്കി സ്കൂളിലെത്തുന്ന കുരുന്നുകൾക്ക് ആശ്വാസം. പദ്ധതി മാതൃകാപരമെന്ന് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്. വാർത്തകൾ വിശദമായി. കേരള കോൺഗ്രസ് എമ്മിന്റെ യുവജനശക്തി വിളിച്ചറിയിച്ച് പാലായിൽ യൂത്ത് ഫ്രണ്ട് യുവജന റാലി സംഘടിപ്പിച്ചു. കിഴതടിയൂർ ജംഗ്ഷനിൽ നിന്നാരംഭിച്ച റാലി കുരിശുപള്ളി കവലയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് എമ്മിന്റെ യുവജനശക്തി വിളിച്ചറിയിച്ച് പാലാ നഗരത്തിൽ യൂത്ത് ഫ്രണ്ട് എമ്മിന്റെ നേതൃത്വത്തിൽ വൻ യുവജന റാലി നടന്നു. പാലാ കിഴതടിയൂർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം കുരിശുപള്ളി കവലയിൽ സമാപിച്ചു. യൂത്ത് ഫ്രണ്ട് എം പ്രസിഡന്റ് സിറിയക് ചാഴിക്കാടൻ യുവജന റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി വരിക്കയിൽ, ടോബിൻ കെ അലക്സ്, ബൈജു പുതിയിടത്തുചാലിൽ, ഡിനോ ചാക്കോ, സിജോ പ്ലാത്തോട്ടം, ടോബി തൈപ്പറമ്പിൽ, അവിരാച്ചൻ ചൊവ്വാറ്റുകുന്നേൽ എന്നിവർ നേതൃത്വം നൽകി. 12 പഞ്ചായത്തുകളിൽ നിന്നും പാലാ നഗരസഭയിൽ നിന്നും യുവജനങ്ങൾ ചുവപ്പും വെള്ളയും കലർന്ന ദ്വിവർണ്ണ തൊപ്പി അണിഞ്ഞ് പതാകയും ഏന്തിയാണ് റാലിയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പാലാ. ജനം ചുമതല ഏൽപ്പിച്ചവരുടെ അലംഭാവത്തിൽ പാലായ്ക്ക് നഷ്ടമായ പ്രതാപം തിരിച്ചുപിടിക്കണമെന്ന് ജോസ് കെ മാണി MP. പ്രാദേശിക വികസന ഫണ്ട് ചിലവഴിച്ചുള്ള വികസനത്തിൽ ഒതുങ്ങാതെ പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിനുള്ള ഇടപെടലുകൾ വേണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പാലായിൽ നടന്ന കേരള കോൺഗ്രസ് എം യുവജന റാലിയുടെ സമാപന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ജനം ചുമതല ഏൽപ്പിച്ചവരുടെ അലംഭാവത്തിലും അവഗണനയിലും പാലായ്ക്ക് നഷ്ടമായത് തിരിച്ചുപിടിക്കാൻ പാലായിൽ യുവജന മുന്നേറ്റം നടക്കുകയാണെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി MP പറഞ്ഞു. പാലായിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ യുവജന സംഘടനയായ യൂത്ത് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ യുവജന മാർച്ചിന്റെ സമാപന യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റ് അംഗം എന്ന നിലയിൽ 10 വർഷം നടത്തിയ നിരന്തര ഇടപെടലുകളുടെ ഫലമാണ് കോട്ടയം ഇന്ന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിറഞ്ഞ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബ് ആക്കി മാറ്റപ്പെട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വികസന ഫണ്ട് ചിലവഴിച്ചുള്ള വികസനത്തിൽ മാത്രം ഒതുങ്ങുന്ന പരിപാടികളല്ല വേണ്ടത്. പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിനുള്ള ഇടപെടലുകളാണ് ഉണ്ടാവേണ്ടതെന്നും പാലായുടെ നഷ്ടപ്രതാപം തിരികെ കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയമായി വ്യത്യസ്തമായ നിലപാടെടുത്തവരുണ്ടാകാം. അവരൊക്കെ ചിന്തിക്കട്ടെ, ഇവിടെ പാലാ നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളത്. ഇന്ന് പാലാ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ബ്രില്യന്റും അതുപോലെ തന്നെ ത്രിപിൾ ഉള്ളത് കൊണ്ട് മാത്രമാകും ഈ കടകളിലൊക്കെ ആളുകൾ വന്നെത്തുന്നത്. പക്ഷെ ആ പാലായുടെ പുരോഗതി ഇന്ന് പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി വരിക്കയിൽ അധ്യക്ഷത വഹിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്, മുൻ MP തോമസ് ചാഴിക്കാടൻ, MLA മാരായ പ്രമോദ് നാരായണൻ, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, സ്റ്റീഫൻ ജോർജ്, സിറിയക് ചാഴിക്കാടൻ, പ്രൊഫസർ ലോപ്പസ് മാത്യു, സാജൻ തൊടുക, ടോബിൻ കെ അലക്സ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രിയ കൂട്ടുകാരിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് സഹപാഠികളും അധ്യാപകരും. കഴിഞ്ഞ ദിവസം പാലാ മുണ്ടാങ്കലിൽ ഉണ്ടായ വാഹനാപകടത്തിൽ മരിച്ച അന്നയുടെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. അപകടത്തിൽ അന്നയുടെ മാതാവ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞിരുന്നു. മുണ്ടാങ്കലിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച പാലാ സെന്റ് മേരീസ് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി അല്ലപ്പാറ പാലക്കുഴിക്കുന്നേൽ സുനിലിന്റെ മകൾ അന്നമോളുടെ ഭൗതിക ശരീരം ഇന്ന് രാവിലെ 8:30 സ്കൂളിലെത്തിച്ചു. തങ്ങളുടെ പ്രിയ കൂട്ടുകാരിയുടെ വേർപാട് സഹപാഠികളെയും അധ്യാപകരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. അന്നമോൾക്ക് അന്ത്യയാത്ര നൽകാൻ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും സ്കൂളിൽ എത്തിയിരുന്നു. സ്കൂളിലെ ചടങ്ങുകൾക്ക് ശേഷം 9:30 മൃതദേഹം അല്ലപ്പാറയിലുള്ള വസതിയിലും തുടർന്ന് 11:30 മുതൽ പ്രവിത്താനം സെന്റ് അഗസ്റ്റിൻസ് ഫെറോന പള്ളി പാരിഷ് ഹാളിലും പൊതുദർശനത്തിന് വെച്ചു. അവിടെയും അന്നമോൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വൻ ജനാവലി എത്തിയിരുന്നു. സംസ്കാര ശുശ്രൂഷകൾ 12 മണിയോടെ പള്ളിയിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗം സ്കൂളിൽ ആരംഭിച്ച കാതൽ പ്രാതൽ പദ്ധതി 4ാം വർഷത്തിലേക്ക്. വിവിധ കാരണങ്ങളാൽ പ്രഭാത ഭക്ഷണം ഒഴിവാക്കി സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് ആശ്വാസമായി പദ്ധതി മാതൃകാപരമാണെന്ന് ഡോക്ടർ N. ജയരാജ് അറിയിച്ചു. പദ്ധതിയുടെ 4ാം വർഷത്തെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു.
കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് സ്കൂളിൽ ആന്റണി മാർട്ടിൻ മുൻകൈ എടുത്ത് നടപ്പിലാക്കിയ കാതൽ പ്രാതൽ പ്രഭാത ഭക്ഷണ പരിപാടി 3 വർഷം പൂർത്തിയാക്കി. 4ാം വർഷത്തിലെ കാതൽ പ്രാതൽ പദ്ധതിയുടെ ഉദ്ഘാടനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് നിർവഹിച്ചു. വിവിധ കാരണങ്ങളാൽ പ്രഭാത ഭക്ഷണം ഒഴിവാക്കി വരുന്ന കുട്ടികൾക്ക് കാതൽ പ്രാതൽ പരിപാടി വലിയ ആശ്വാസവും മാതൃകാപരവും ആണെന്ന് ഡോക്ടർ എൻ ജയരാജ് അഭിപ്രായപ്പെട്ടു. ഈ കാതൽ പ്രാതലിന്റെ ആശയം തന്നെ മുൻകൈ എടുത്തുകൊണ്ടുവന്ന ഒരു ആശയമാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ആരംഭിക്കുമ്പോൾ പറഞ്ഞതുപോലെ രാവിലെ കുട്ടികൾ വരാത്തത് ഭക്ഷണം കഴിക്കാതെ വരുന്നത് പ്രായോഗികമായ പ്രശ്നങ്ങൾ കൊണ്ടാണ്, മറ്റൊന്നുമുണ്ട്. അപ്പോൾ അതിന് ഒരു മാത്രമല്ല നമ്മൾ പറയാറുണ്ട്, ഈ ഭക്ഷണത്തെക്കുറിച്ച് ആയുർവേദം പറയുന്നത് ഈ പ്രഭാത ഭക്ഷണം രാജാവാണെന്നാണ് പറയുന്നത്. കാരണം രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഊർജ്ജമാണ് ഉച്ചയ്ക്ക് കഴിക്കുന്നതിന് വലിയ പ്രശ്നം. രാവിലത്തെ ഭക്ഷണത്തിൻ്റെ ഊർജ്ജമാണ്. അതുകൊണ്ടാണ് സായിപ്പതിനെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പേരിട്ടത്. ഈ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് ഈ ആദ്യത്തെ ഭക്ഷണത്തിൻ്റെ ഊർജ്ജം വൈകുന്നേരം വരെ നിലനിൽക്കുന്നതിന് പ്രധാനപ്പെട്ട കുന്നുംഭാഗത്തെ സുമനസ്സുകളുടെ സഹായത്താലാണ് പോഷക സമൃദ്ധ പ്രഭാത ഭക്ഷണ പരിപാടി മുന്നോട്ടു പോകുന്നത്. കഴിഞ്ഞ വർഷം ഗവൺമെന്റ് LP സ്കൂളുകളിൽ ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് കാതൽ പ്രാതൽ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കിയിരുന്നു. കുന്നുംഭാഗം ഗവൺമെന്റ് സ്കൂളിൽ LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം നൽകുന്നുണ്ട്. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CR ശ്രീകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം TN ഗിരീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം B രവീന്ദ്രൻ നായർ, ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമേഷ് ആൻഡ്രൂസ്, പഞ്ചായത്ത് അംഗങ്ങളായ KA എബ്രഹാം, ഷാക്കി സജീവ്, ഗവൺമെന്റ് ഹൈസ്കൂൾ HM സ്വാമിനാഥൻ, LP സ്കൂൾ HM ആച്ചിയമ്മ ടീച്ചർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് റെജി കാവുങ്കൽ, K ബാലചന്ദ്രൻ, VN കരുണാകരൻ, മധുസൂദനൻ നായർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്കെതിരെ ഡിവൈഎഫ്ഐ നടത്തിയ പ്രസ്താവന അംഗീകരിക്കാൻ കഴിയില്ലെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്. ഛത്തീസ്ഗഡ് വിഷയത്തിൽ BJPയുടെ ഇടപെടലിനെ അഭിനന്ദിച്ചതിനാണ് ഡിവൈഎഫ്ഐ ബിഷപ്പിനെ ആക്രമിച്ചതെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്കെതിരെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി നടത്തിയ പ്രസ്താവനയെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്. ഛത്തീസ്ഗഡ് വിഷയത്തിൽ BJPക്കെതിരെ അതിശക്തമായ നിലപാടെടുത്ത ആളാണ് ബിഷപ്പ് പാംപ്ലാനി. എന്നിട്ടും അതിനോട് സഹിഷ്ണുതയോടെയാണ് BJP പ്രതികരിച്ചത്. BJPയുടെ ഇടപെടലിനെ അഭിനന്ദിച്ചതിന് ആണ് ഡിവൈഎഫ്ഐ ബിഷപ്പിനെ കടന്നാക്രമിക്കുന്നത്. ഇത് തുടർന്നാൽ BJP കൈകെട്ടി നോക്കി നിൽക്കില്ല. പിതാക്കന്മാരെ കുഴലൂത്തുകാർ എന്നാണ് ഡിവൈഎഫ്ഐ വിളിച്ചത്. ഡിവൈഎഫ്ഐക്ക് പിന്നിൽ പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ഡിവൈഎഫ്ഐയെ അവർ വിലക്കെടുത്തുവെന്നും ഷോൺ ജോർജ് കോട്ടയത്ത് പറഞ്ഞു. ഇവിടെ നമുക്കറിയാം, ക്രൈസ്തവ സഭ നടത്തിയ പ്രതിഷേധങ്ങളിൽ SDPI ഉൾപ്പെടെയുള്ള പാർട്ടികളും ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള അല്ലെങ്കിൽ കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാം രാജ്യവിരുദ്ധ ശക്തികളും നുഴഞ്ഞു കയറി എന്ന് BJP നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ആരോപണത്തെ SDPI ശരിവെക്കുകയും ചെയ്തു, ഞങ്ങൾ പോയി എന്ന്. അപ്പോൾ ആ അജണ്ട നടപ്പിലാകാതെ വന്നപ്പോൾ കേരളത്തിലെ BJP ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുകയും ആ കന്യാസ്ത്രീമാർക്ക് മോചനം നേടിക്കൊടുക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആ നിലപാട് അല്ലെങ്കിൽ ആ പ്രവൃത്തി കേരളത്തിൽ വിലപ്പോയില്ല എന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ അവർ ഡിവൈഎഫ്ഐ വിലക്കെടുത്ത് ക്രൈസ്തവ സഭയ്ക്ക് നേരെ ആക്രമണങ്ങൾ അയച്ചുവിടുകയാണ്. ഇതിനെ വളരെ ശക്തമായി തന്നെ ഭാരതീയ ജനതാ പാർട്ടി അവലംബിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഒറ്റ ദിവസം കൊണ്ട് ബൈബിൾ പകർത്തിയെഴുതി ചരിത്രം സൃഷ്ടിച്ച് കോട്ടയം ഭദ്രാസന സൺഡേ സ്കൂൾ പ്രസ്ഥാനം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസനത്തിന്റെ ശതോത്തര സുവർണ ജൂബിലിയുടെ ഭാഗമായാണ് 80 ദേവാലയങ്ങളിലായി 7000-ഓളം പേർ ചേർന്ന് ബൈബിൾ പകർത്തിയെഴുതിയത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസനത്തിന്റെ ശതോത്തര സുവർണ ജൂബിലിയുടെ ഭാഗമായി ഭദ്രാസന സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ 7000 പേർ ചേർന്ന് ഇന്ന് ബൈബിൾ പകർത്തിയെഴുതി. ഭദ്രാസനത്തിലെ 80 ദേവാലയങ്ങളിലായി വൈദികർ, സൺഡേ സ്കൂൾ അധ്യാപകർ, വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, ഭരണസമിതി അംഗങ്ങൾ, ആത്മീയ സംഘടനാ പ്രവർത്തകർ എന്നിവർ ചേർന്നാണ് പകർത്തെഴുത്ത് പൂർത്തിയാക്കിയത്. 40 ദിവസത്തെ ആത്മീയ ഒരുക്കത്തിന് ശേഷവും ബൈബിൾ വായിച്ചതിനു ശേഷവുമാണ് ആയിരങ്ങൾ പവിത്രമായ ഈ
ചടങ്ങിൽ പങ്കാളികളായത്. എഴുതി പൂർത്തീകരിച്ച ബൈബിൾ വിവിധ വാല്യങ്ങളായി കോട്ടയം മെത്രാസന ആസ്ഥാനവും പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെയും പാറാട്ട് മാർ ഇവാനിയോസ് തിരുമേനിയുടെയും കബറിടവുമായ മാർ കുറിയാക്കോസ് ദേറായിൽ സൂക്ഷിക്കും. ബൈബിൾ പകർത്തെഴുത്തിന്റെ ഉദ്ഘാടനം പാമ്പാടി മേഖലയിലെ പങ്കട സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം എഴുതി നിർവഹിച്ചു. ഭദ്രാസന സൺഡേ സ്കൂൾ ഡയറക്ടർ വിനോദ് എം സക്കറിയ, ഇടവക വികാരി ഫാദർ വർഗീസ് ജേക്കബ്, ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ ഡോക്ടർ രാജേഷ് കുര്യൻ, സെക്രട്ടറി വി വർഗീസ്, കൺവീനർമാരായ അജിത് മാത്യു, എബ്രഹാം ജോൺ, ദേവാലയ ഭാരവാഹികൾ അടക്കം 110 പേർ മെത്രാപ്പൊലീത്തയ്ക്കൊപ്പം തിരുവചന പകർത്തൽ പദ്ധതിയിൽ പങ്കാളികളായി. ബൈബിൾ വായനയിലൂടെ നല്ല മനുഷ്യനായി രൂപാന്തരപ്പെടാൻ സാധിക്കണമെന്നും മനുഷ്യത്വവും മാനുഷിക മൂല്യങ്ങളും ഉൾക്കൊണ്ട് സാമൂഹ്യ നന്മയ്ക്കായി ജീവിക്കണമെന്നും മെത്രാപ്പൊലീത്ത ഉദ്ബോധിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ ടൗൺ ബസ് സ്റ്റാൻഡിന്റെ എതിർവശത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം വേണമെന്ന ആവശ്യം. ഈരാറ്റുപേട്ട തൊടുപുഴ ഭാഗത്തേക്ക് പോകുന്നവർക്ക് മഴ വന്നാൽ കയറി നിൽക്കാൻ പോലും സ്ഥലമില്ല. ഈ ഭാഗത്തേക്കുള്ള യാത്രക്കാർ മഴയും വെയിലുമേറ്റാണ് ഇവിടെ നിൽക്കുന്നത്. പാലാ ടൗൺ ബസ് സ്റ്റാൻഡിന് എതിർവശം ഈരാറ്റുപേട്ട തൊടുപുഴ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പിൽ വെയിറ്റിംഗ് ഷെഡ് ഇല്ലാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. നിരവധി സ്കൂൾ കുട്ടികളും സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും അടക്കം മഴയും വെയിലുമേറ്റാണ് ഇവിടെ ബസ് കാത്തു നിൽക്കുന്നത്. മഴ പെയ്താൽ യാത്രക്കാർ ഇവിടുത്തെ പഴയ കെട്ടിടത്തിന്റെ വരാന്തയിൽ കയറി നിൽക്കേണ്ട അവസ്ഥയാണ്. ജനറൽ ആശുപത്രി ജംഗ്ഷനും ലാലം പാലം ജംഗ്ഷനും ഇടയിൽ ടൗൺ സ്റ്റാൻഡിന് സമീപത്തുള്ള ബസ് സ്റ്റോപ്പ് യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമാണെങ്കിലും ബസ് കാത്തു നിൽക്കുന്നവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലാ. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഓണം ഖാദി മേള പൊൻകുന്നത്ത് നടന്നു. മിനി സിവിൽ സ്റ്റേഷനിൽ ഒരുക്കിയ മേളയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഖാദി തുണിത്തരങ്ങൾ ലഭിക്കും. ചൊവ്വാഴ്ച കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷനിലും മേള സംഘടിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസ് പൊൻകുന്നം മിനി സിവിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ഏകദിന ഓണം ഖാദി മേള ചിറക്കടവ് വില്ലേജ് ഓഫീസർ MR പ്രമോദ് റിട്ടയർഡ് അധ്യാപക വസുമതിക്ക് ആദ്യ വിൽപ്പന നടത്തി ഉദ്ഘാടനം ചെയ്തു. വൈവിധ്യമാർന്ന ഖാദി തുണിത്തരങ്ങളും ജില്ലയിലെ 20ഓളം ഉൽപാദന യൂണിറ്റുകളിൽ നിന്നുള്ള തനതുൽപ്പന്നങ്ങളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഖാദി തുണിത്തരങ്ങളും ഇവിടെ ലഭിക്കും. ഖാദി ഷർട്ട്, കൊട്ടാടി തോർത്ത്, ജൂട്ട് സിൽക്ക് സാരി, കുപ്പടം സാരി, കോട്ടൺ സാരി, ചുരിദാർ സെറ്റുകൾ, ബെഡ്ഷീറ്റ്, ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളായ തേൻ, ചക്കിലാട്ടിയ എള്ളെണ്ണ, സോപ്പ്, പശ തുടങ്ങിയവയും മേളയിലുണ്ട്. ഓരോ 1000 രൂപയുടെ പർച്ചേസിനൊപ്പമുള്ള സമ്മാന കൂപ്പണുകളോടൊപ്പം ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ സർക്കാർ ഡിസ്കൗണ്ടും ലഭിക്കും. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 1 ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവും ലഭ്യമാണ്. എനിക്കും വേണം ഖാദി എന്ന ആശയത്തെ മുൻനിർത്തിയാണ് മേള സംഘടിപ്പിക്കുന്നത്. ചൊവ്വാഴ്ച കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷനിലും മേള നടക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് പൊൻകുന്നം പുതിയകാവിൽ ബാലസമാജ അംഗങ്ങൾക്കായി രാമായണ പ്രശ്നോത്തരിയും രാമായണ പാരായണ മത്സരവും സംഘടിപ്പിച്ചു. NSS പൊൻകുന്നം യൂണിയൻ പ്രസിഡന്റും NSS ഡയറക്ടർ ബോർഡ് അംഗവുമായ അഡ്വക്കേറ്റ് MS മോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി പ്രവീൺ R നായർ, ജയകുമാർ D നായർ, KR രവീന്ദ്രനാഥ്, മീനടം ഉണ്ണികൃഷ്ണൻ നായർ, ബാലസമാജം യൂണിയൻ അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. യൂണിയനിലെ വിവിധ കരയോഗങ്ങളിൽ നിന്ന് 100-ലധികം പേർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലായ്ക്ക് നഷ്ടമായത് തിരിച്ചുപിടിക്കണമെന്ന് ജോസ് കെ മാണി MP. യുവജനശക്തി വിളിച്ചറിയിച്ച് കേരള കോൺഗ്രസ് എമ്മിന്റെ യൂത്ത് ഫ്രണ്ട് റാലി പാലായി. പാലാ മുണ്ടാങ്കലിൽ വാഹനാപകടത്തിൽ മരിച്ച അന്നമോൾക്ക് നാടും വീടും അന്ത്യാഞ്ജലി അർപ്പിച്ചു. കുഞ്ഞുമാലാഖയ്ക്ക് യാത്രയേകി കൂട്ടുകാരും. സംസ്കാരം പ്രവിത്താനം സെന്റ് അഗസ്റ്റിൻസ് ഫെറോന പള്ളി സെമിത്തേരി. കാതൽ പ്രാതൽ പദ്ധതി 4ാം വർഷത്തിലേക്ക്. പ്രഭാത ഭക്ഷണം ഒഴിവാക്കി സ്കൂളിലെത്തുന്ന കുരുന്നുകൾക്ക് ആശ്വാസം. പദ്ധതി മാതൃകാപരമെന്ന് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.